20 വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷാ ഇളവും കൊടുക്കരുതെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതി ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഹൂ വുഡ് കമ്മിറ്റ് സച്ച് എ ബാർബറിക് ആക്ട് ആൻഡ് വൈ? ഇത്രയും ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം എന്തിനു വേണ്ടി, ഇത് ആർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കോടതി വളരെ ഇതായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് 20 വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷാ ഇളവും കൊടുക്കരുത് എന്ന് പറയുന്നത്. ഈ ശിക്ഷാ ഇളവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2018 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് ഇതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി 23/11/2018 സർക്കാർ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ ശിക്ഷാ ഇളവ് നൽകേണ്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാന ഭാഗം, രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് 14 വർഷം കഴിയാതെ ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ലെന്ന് 2018 ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നിറങ്ങിയ ഉത്തരവ്. ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ഞങ്ങൾ ആരോപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 2022 സർക്കാർ വേറൊരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ നേരത്തെ പറഞ്ഞ ഉത്തരവിലുണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കിയത് മാറ്റി. അപ്പോൾ 2022 ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെൻറ്റ് ആക്ട് 2010 അത് ഈ 2022 ഉത്തരവിൽ ബാധകമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 78(2) വകുപ്പിൽ ആ ആക്ടിലെ പറയുന്നത് ഇവരുടെ മൊത്തം ശിക്ഷ ഇളവ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന പരോള്, അവർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ അതിൻ്റെ 1/3 പാടില്ലെന്നാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഈ 2022 ഉത്തരവ് മാറ്റി. കാരണം എത്രമാത്രം പരോൾ വേണമെങ്കിലും രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് കൊടുക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് അതിനകത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2018 സർക്കാർ ഉത്തരവ് തിരുത്തിക്കൊണ്ടാണ് 2022 ഉത്തരവിറങ്ങിയത്. ആ ഉത്തരവിൻ്റെ ഉദ്ദേശം തന്നെ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. ഇപ്പോൾ സ്പീക്കർ പറഞ്ഞു ഒരു നടപടിയും സർക്കാർ എടുത്തിട്ടില്ല. ഈ കത്ത് ഞങ്ങൾ ഹാജരാക്കി, മാധ്യമങ്ങളിലും വന്നു. രണ്ടാമത്, ശിക്ഷാ ഇളവ് കൊടുക്കുമ്പോൾ ഇരകളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്ന് കൂടി റിപ്പോർട്ട് വാങ്ങണമെന്നുണ്ട്. ഇവിടെ പോലീസ് 3 പോലീസ്, പാനൂർ പോലീസ് ഉൾപ്പെടെ ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ രമയുടെ പക്കൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവാണ്. ജയിൽ സൂപ്രണ്ട് പറഞ്ഞ നടപടിക്രമങ്ങൾ, ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ, പ്രൊബേഷൻ റിപ്പോർട്ട് കൊടുക്കണം, ബന്ധുക്കളുടെ മൊഴികൾ മേടിക്കണം, ഇതെല്ലാം മേടിച്ച് നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവാണ്. രമയുടെ മൊഴി എടുത്തു കഴിഞ്ഞു. എന്നിട്ട് സ്പീക്കർ എങ്ങനെയാണ് സർക്കാരിന് വേണ്ടി പറയുന്നത് ഒരു നടപടിയും നടക്കുന്നില്ല എന്ന്? ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി പോവുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾ ജയിലിൽ വാഴുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അവരാണ് മെനു തീരുമാനിക്കുന്നത്. തലേ ദിവസം നാളെ എന്ത് ഭക്ഷണം വേണം, ഇഷ്ടമുള്ള മദ്യം, അവർക്ക് മയക്കുമരുന്ന്, എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ, ഏത് സമയത്തും അവർക്ക് മൊബൈലിൽ വിളിക്കാം, ആരെയും ബന്ധപ്പെടാം. പ്രതികൾ അവിടെ അഴിഞ്ഞാടുകയാണ് ജയിലിൽ. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതി പരോളിൽ നിരവധി പ്രാവശ്യമാണ് പരോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ രമ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഈ പരോളിൻ്റെ ഡീറ്റെയിൽസ്, ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പരോളിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് 5 മാസമായിട്ട് തന്നിട്ടില്ല. 5 മാസമായിട്ട് തന്നിട്ടില്ല. കാരണം അത്രമാത്രം പരോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഒരു പ്രതിക്കും കൊടുക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ അവർ പരോളിലാണ്. പരോളിൽ പോയ ഈ പ്രതികൾ, ഒരു പ്രതി കിർമാണി മനോജ് മയക്കുമരുന്ന് കേസിൽപ്പെട്ടു. TK രജീഷ് ഇപ്പോൾ ശിക്ഷ ഇളവ് കൊടുക്കാൻ പോയ ആളെ കർണാടക പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. ഒരു തോക്ക് കേസിൽ പുറത്തിറങ്ങിയപ്പോൾ തോക്ക് കേസിൽ പ്രതിയായി. 2 പേരെ കർണാടകത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടി സുനി സ്വർണ്ണക്കടത്ത് കേസിൽ ബന്ധപ്പെട്ടു. മുഹമ്മദ് ഷാഫി സമാനമായ കേസിൽ വന്നു. MC അനൂപ് ജയിലിൽ കഞ്ചാവ് കച്ചവടം നടത്തുമെന്നാണ് വാർത്ത വന്നത്. അതേ പുറത്തുനിന്ന് കഞ്ചാവ് എത്തിച്ച്
ആ 10 ഇരട്ടി വിലയ്ക്ക് ജയിലിൽ തന്നെ വിറ്റ് മാസം 50,000 രൂപ ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു പ്രതി. ഇതെല്ലാമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ സ്വർണ്ണക്കടത്ത്, സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവൻ്റെ സ്വർണം അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ പരിപാടി, മയക്കുമരുന്ന് ഇടപാട്, ഭൂമി ഇടപാട്, കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം. ജയിലിൽ ഇരുന്നതിനെ കൊട്ടേഷൻ പിടിച്ച് പുറത്തുള്ള ഇവരുടെ ആളുകളെ കൊണ്ട് കൊട്ടേഷൻ നടപ്പാക്കി കാശ് വാങ്ങിക്കുകയാണ്. അവർ ജയിലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികളെ CPM ഭയക്കുന്നു. ഈ പ്രതികൾ CPM-നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഒരു എയർ കണ്ടീഷൻ മാത്രമേ അവിടെ വെച്ചു കൊടുക്കാറുള്ളൂ ജയിലിൽ. ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഇവർ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന സംബന്ധിച്ച രഹസ്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് CPM-നെ ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ആ ബ്ലാക്ക്മെയിലിങ്ങിന് പേടിച്ചിട്ടാണ് ഇവർക്ക് ഈ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് ഈ സംസ്ഥാനത്തോടുള്ള വെല്ലുവിളിയാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഹൈക്കോടതി വിധിയെ കാറ്റിൽ പറത്തുന്ന ഒരു നടപടിയാണ്. കേരളം കണ്ട, കേരളം ഞെട്ടിത്തെരിച്ചു പോയ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികളെ CPM പോലുള്ള ഒരു പാർട്ടി എത്രമാത്രം ചേർത്ത് പിടിക്കുന്നു, എത്രമാത്രം തണൽ വിരിച്ചു കൊടുക്കുന്നു, എത്രമാത്രം കുട പിടിച്ചു കൊടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ്. ഒരു കാര്യം ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കണം എന്ന് കരുതിയതാണ്. ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ പോയാൽ കേരളം ഇതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക്, നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക്, സർക്കാരിന്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ വിനീതമായ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു വിട്ടുവീഴ്ചയും ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഒരു വിട്ടുവീഴ്ചയും എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചാലും ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.